ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും ഒരു സ്പെഷ്യൽ ക്ലയൻറ്റ് വീട്ടിലാണ്. അവരെ സ്പെഷ്യലാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ശ്രീവരാഹം എന്ന സ്ഥലത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അമ്പലക്കുളങ്ങളിലൊന്നിൻ്റെ ഫ്രണ്ടിലാണ് അവരുടെ വീട് വരുന്നത്. വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് റൂമിൽ നിന്നാലും ഡയറക്റ്റ് വ്യൂ കുളത്തിലേക്കാണ്. ഇവിടെ ഒരു വീട് വെച്ച് റിട്ടയർമെന്റ് ലൈഫ് ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നത് മെയിനായിട്ട് ഈ ലൊക്കേഷനായിരുന്നു. ഈ കുളം അതെ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്നിരുന്ന ഒരു 5 മിനിറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ആണ്. പിന്നെ ചുറ്റും അമ്പലങ്ങളാണ്. കുളിച്ചിട്ടിറങ്ങി കഴിഞ്ഞാൽ ഒരു 5-6 അമ്പലത്തിൽ ദർശനം നടത്തി ഇങ്ങോട്ട് പോകുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടും 5 മിനിറ്റ്സ് വാക്കാണ്. മാമിന് കറക്റ്റായിട്ട് അറിയാമായിരുന്നു ഈ കളർ ഇവിടെ വരണം, അല്ലെങ്കിൽ ഈ ഓരോ കാര്യങ്ങളിലും മാം വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മളുമായിട്ട് വളരെ നാള് നമ്മളിതിൻ്റെ വളരെ നാള് ഡിസ്കഷൻ നടത്തിയാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ഔട്ടിലേക്ക് വന്നിട്ട്. പല സെലക്ഷൻ ഓഫ് കളേഴ്സും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ വരും എന്ന് പറഞ്ഞത്. പക്ഷെ ആ ഫൈനൽ ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും ഔട്ട് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. മാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിരുന്നു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുന്നത് പുറത്തൊരാൾക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പാടില്ല. സോ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സോ ഈ കാണുന്ന ചുമര് ഇത് ഫുള്ളായിട്ട് നമ്മൾ പാനൽ ചെയ്ത് ലാമിനേറ്റ് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇതിനോടൊപ്പം ചേർന്നിട്ടാണ് ഇത് ഈ കാണുന്നത് ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഡോറാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത മാമിന് വേണമായിരുന്നുള്ളത് വാർഡ്രോബ് എവിടെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. വാക്ക്-ഇൻ വാർഡ്രോബ് അറിയാൻ പറ്റാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ളതായിരുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു പാനൽ നമ്മളിവിടെ ചെയ്തത്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ഓപ്പണിംഗ് വാക്ക്-ഇൻ വാർഡ്രോബിലേക്കാണ് പോകുന്നത്. ഗസലിലെ ആരും എനിക്ക് റെഫർ ചെയ്തില്ല. ഗസലയുടെ പ്രീവിയസ് വർക്ക്, കസ്റ്റമറിൻ്റെ റിവ്യൂ, ചില ഈ വീഡിയോസ് ഇതെല്ലാം കണ്ടു. പാരിസ്റ്റോയുടെ ഈ സ്ലൈഡിങ് വാൾഡ്രോപ്സ് ഒക്കെ ഇമ്പ്രസീവായിട്ട് തോന്നി. അങ്ങനെയാണ് ഗസലിലെ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടു. ബിജു തന്നെ ഡയറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്തു. ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെക്കേഷൻ ഇവിടെ വന്ന സമയത്ത് ഡയറക്റ്റ് വന്നു. അപ്പോൾ 2nd ഫ്ലോർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു ഒരു അമ്പലക്കുളത്തിൻ്റെ സൈഡിലാണ് ഒന്ന് വന്ന് കാണണമെന്ന്. ഫസ്റ്റ് ഫ്ലോറിൽ വന്ന് ബിജു ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് ഈ പോണ്ട് നോക്കിയപ്പോഴേ ഞാൻ അവരുടെയൊക്കെ ഫേസ് ആയിരുന്നു നോക്കിയത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അന്നേ അവരുടെ കൺസെപ്റ്റും കൂടെ അപ്പോൾ അതിനകത്ത് വന്നു. അതുപോലെ തന്നെ മാത്രമല്ല ഗസലയുടെ ടീം ഇവിടെ സൈറ്റിൽ വന്ന് ഈ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തതും കറക്റ്റ് ടൈമിൽ ഒരു 1 മന്ത്. അവർ ആക്ച്വലി 45 ഡേയ്സാണ് ചോദിച്ചത്. ആക്ച്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 35 ഡേയ്സിൽ അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പാലുകാച്ചിന് അന്ന് നമുക്കുള്ള തൃപ്തിയേക്കാളും കൂടുതൽ എൻ്റെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ അവരെല്ലാം വന്ന് കയറിയിട്ട് ഫേസാണ് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത് പലരുടെയും. അതിൽ നിന്ന് മനസ്സിലായി അവരൊന്നും വാതുകൊണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ആ ഫേസിൽ നിന്ന് മനസ്സിലായി. വെരി ഇമ്പ്രസീവ് ലുക്ക്. അതുകൊണ്ട് ഒരു റിട്ടയർമെൻറ്റ് ലൈഫിന് ഇങ്ങനെ ഒരു പ്ലേസ് പ്രൊവൈഡ് ചെയ്തതിനെ താങ്ക് യു.